ഈ ലോകത്ത് ഏതെങ്കിലും ഒരാളുടെ മരണം, ഒരാളുടെ വേർപാട് ഏറ്റവും വലിയ ദുഃഖത്തിലും വിഷമത്തിനും ഇടയാക്കേണ്ടതുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമയുടെ വഫാത്താണ്. ആരെങ്കിലും അന്ന് മരിപ്പിക്കാതെ രക്ഷപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മരിപ്പിക്കാതെ രക്ഷപ്പെടുത്തേണ്ട ആളും ഈ ആൾ തന്നെയായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാൻ പോണ സമയത്ത് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് ആ പാത്രത്തിലിടക്ക് കൈയിട്ടുകൊണ്ട് വെള്ളമെടുത്ത് തന്റെ മുഖത്തിങ്ങനെ തടവിക്കൊണ്ട്, അള്ളാഹുവേ, എന്റെ ഉമ്മത്തികൾക്ക് ഈ മരണത്തിന്റെ വേദന കുറച്ചു കൊടുക്കണേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. മുഖം കൊണ്ട് വെള്ളം തുടക്കാൻ റസൂല് പോലും പ്രേരിപ്പിക്കപ്പെടുമാറ് മരണവേദന അള്ളാഹുവിന്റെ റസൂലിന്റെ പോലും ലഘുവായ തോതിലെങ്കിലും ഉണ്ടായിരുന്നില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, എന്റെ പിതാവിന്റെ വേദനയോ, എന്റെ പിതാവിന്റെ വേദനയോ, എന്റെ പിതാവിന്റെ വേദനയോ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം സൃഷ്ടിക്കപ്പെടാൻ കാരണഭൂതരായ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലിരുന്നു കൊണ്ട് ഫാത്തിമ ബീവി കരഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്രേ, മോളെ ഫാത്തിമ, നിന്റെ ഉപ്പാക്ക് ഈ ഒരു വേദനയേ ഉള്ളൂ, നാളെ വേദനയില്ല മോളെ, ഇത് ഒടുക്കത്തെ വേദനയാണ് നിന്റെ പിതാവിന്റെ വേദന, ഇത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേദന, പിന്നെ നിന്റെ പിതാവിന് വേദനയില്ലെന്ന് കേട്ടപ്പോൾ മാത്രമാണ് സ്വർഗസ്ത്രീകളുടെ നായികയായ സയ്യിദത്തുനാ ഫാത്തിമത്തുസ് സഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹാ ആശ്വാസം കൊണ്ടത് എന്ന് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ലോകഗുരു കണ്ണടക്കുമ്പോൾ ആയിഷ ബീവിയുടെ മടിയിലാണ് അടുത്തിരിക്കുന്നത് മോളായ ഫാത്തിമയാണ്. ലോകം മുഴുവൻ കറുത്ത ദിനമായ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് ലോകത്തിന് വിവരം പഠിപ്പിക്കാൻ വന്ന റസൂല് തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ആ റസൂല് പോലും പാത്രം വെച്ചുകൊണ്ട് ആ വെള്ളത്തിൽ നിന്ന് മുഖം തുടച്ചുകൊണ്ടായിരുന്നു മരണസമയത്ത് ജീവിച്ചിരുന്നത്. ഈ റസൂല് വഫാത്താകാൻ വേണ്ടി ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുന്ന നേരം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്താക്കി നിർത്തിയിട്ട് നമസ്കാരം നടത്തണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അപ്പോൾ അബൂബക്കറിന്റെ മകളാണ് റസൂലുള്ളാഹിന്റെ പത്നിയായ ആയിഷ ബീവി. ആയിഷ ബീവി പറയുകയാണ്, എന്റെ പിതാവ് ലോലഹൃദയനാണ്, വളരെ നിസ്സാരമായ മൃദുലമായ ഹൃദയമുള്ള ആളാണ്, അതുകൊണ്ട് റസൂലെ അവരെ ഇമാമത്ത് നിർത്തരുത്, ഇമാമത്തൊരു ഗൗരവമുള്ള വിഷയമാണ്, അതവർക്ക് ബുദ്ധിമുട്ടായി തീരും, അവർക്ക് ഇമാമത്ത് വിജയകരമായി നിർവഹിക്കാൻ കഴിയില്ല. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂല് പിന്നെയും പറയുന്നു, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പിന്നെയും ആയിഷ ബീവി തടസ്സവാദം ഉന്നയിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവ് ലോലഹൃദയനാണ്, വളരെ ചെറിയ ഹൃദയമുള്ള ആളാണ്, ഇമാമത്ത് ഗൗരവമുള്ള കാര്യമാണ്, പിന്നാലെ മൗമൂമീങ്ങളുടെ മുമ്പാകെ ഇമാമത്ത് നിൽക്കുക എന്ന ഉത്തരവാദിത്തം എന്റെ ബാപ്പയെ കൊണ്ട് നിർവഹിക്കാൻ കഴിയില്ല, വേറെ ആരെങ്കിലും ആകണേ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, 2 വട്ടം ആയിഷ ബീവി തർക്കുത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞുവത്രേ, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പറ്റിക്കാൻ ശ്രമിച്ച സുലൈഖ ബീവിയുടെ ഉദാഹരണം ഓർത്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് വഫാത്തിന്റെ വേളയിൽ പറഞ്ഞുവത്രേ, നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളാണ്. പറഞ്ഞാണ്ട് മനസ്സിലാവില്ല, അതന്നെ അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ, എന്റെ വാപ്പ ലോലഹൃദയനാണ്, അവരെ നിർത്തരുതേ എന്ന് മകള്. രണ്ടാമത് പിന്നെയും അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. വീണ്ടും ബാപ്പാക്ക് വേണ്ടി മകളുടെ ഒരു ശുപാർശ, എന്റെ പിതാവ് ലോലഹൃദയനാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹബിഹി വസല്ലമയുടെ അഭിപ്രായം, അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പിന്നെയും പറഞ്ഞു, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. ഈ സംഭവം പറയുമ്പോൾ ഞാൻ എന്റെ സഹോദരന്മാരോടൊരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് പറയാം. റസൂലിന് ശേഷം സിദ്ദീഖുൽ അക്ബർ ഖലീഫയാകണമെന്ന് റസൂൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് ഈ സംഭവം. ഷിയാക്കൾക്ക് പേച്ചെന്നുള്ളതിനുള്ള സൂചനയാണത്. ഷിയാക്കൾ ഭിന്നിച്ചത് ഈ വിഷയത്തിലാണ്. റസൂലിന് ശേഷം ഖലീഫാകേണ്ടത് സിദ്ദീഖല്ല, അലിയാണെന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു മോശക്കാരനൊന്നല്ല, റസൂലിന്റെ മകളുടെ ഭർത്താവാണ്, മഹാപണ്ഡിതൻ, ഇസ്ലാമിന്റെ ആദ്യകാല സേനാനി, ഒക്കെ ശരിയാ. പക്ഷേ സിദ്ദീഖ് റസൂലിന്റെ വലം കയ്യ്, ഗുഹയിൽ കൂടെയിരുന്ന ആള്, ആദ്യത്തെ വിശ്വാസി. എന്റെ നെഞ്ചിൽ അല്ലാഹു എന്തൊക്കെ ഊതിയിട്ടുണ്ടോ, ഇല്ലാ സബബ്തു ഫീ സദ്രി അബീ ബക്കർ, ഞാനത് അബൂബക്കറിന്റെ നെഞ്ചിലും ഊതിക്കൊടുത്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹ് എന്റെ നെഞ്ചിൽ തന്നതൊക്കെ ഞാൻ അബൂബക്കറിന്റെ നെഞ്ചുക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിനെ വാഴ്ത്തിപ്പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് ഇമാമത്ത് നിൽക്കാൻ പറയാൻ ഞാൻ നിസ്കാരത്തിന്റെ ഇമാമത്ത് മാത്രമല്ല, അതിലൊക്കെ സൂചന അടങ്ങിയിട്ടുണ്ട്. ഇന്റെ ശേഷങ്ങൾക്ക് നേതാവ് സിദ്ദീഖാണെന്നാണ് പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ സംഭവിച്ചതും അള്ളാഹു അതന്നെ സംഭവിപ്പിച്ചതും. അങ്ങനെ സിദ്ദീഖുൽ അക്ബർ ഇമാമായി പോയി എന്ന് നമസ്കാരം തുടങ്ങി. സുബ്ഹിയുടെ സമയമായപ്പോൾ ഹദീസിൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയുടെ വീട്ടിൽ നിന്ന് മെല്ലെ മസ്ജിദിലേക്ക് വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരിപ്പ് പൊക്കി നോക്കി. ആളുകൾ വിചാരിച്ചു റസൂല് നമസ്കരിക്കാൻ വരികയാണെന്ന്. പക്ഷേ സിദ്ദീഖിന്റെ ഇമാമത്തിൽ നമസ്കാരം തുടരാൻ അല്ലാഹുവിന്റെ റസൂൽ അവസരം കൊടുത്തു. രണ്ടാമത് സിദ്ദീഖ് ഇമാമത്ത് നിൽക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനി പിടിച്ച് കാല് രണ്ടും വേച്ച് മെല്ലെ മെല്ലെ മസ്ജിദിലേക്ക് നടന്നു വന്നുകൊണ്ട് പിന്നെയും അവിടെ വന്നു. സിദ്ദീഖ് നമസ്കരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുന്നത് കണ്ടപാടെ സിദ്ദീഖ് മെല്ലെ മിഹ്റാബിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. റസൂല് ഇമാമത്ത് നിൽക്കട്ടെ എന്ന ധാരണയിൽ, റസൂല് വന്നാൽ പിന്നെ അബൂബക്കർ ആരാണ് ഇമാമത്ത് നിൽക്കാൻ എന്ന ധാരണയോടെ സിദ്ദീഖുൽ അക്ബർ പിന്നോട്ട് മാറിയപ്പോൾ റസൂല് ആംഗ്യം കാണിച്ചു, അത്രേ നിങ്ങൾ തുടരുക, നിങ്ങൾ നമസ്കാരം തുടരുക. അങ്ങനെ സിദ്ദീഖ് പേടിച്ച് വിഷമിച്ചുകൊണ്ടാണെങ്കിലും നമസ്കാരം തുടർന്നു. പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്, റസൂല് സിദ്ദീഖിന്റെ അരികത്തായിരുന്നു ഇരുന്നത്. ഇമാം അബൂബക്കറായിരുന്നെങ്കിലും റസൂല് നമസ്കരിക്കുമ്പോൾ ആ അനക്കം കണ്ടിട്ടാണ് സിദ്ദീഖ് നമസ്കരിച്ചിരുന്നത്. ആ സിദ്ദീഖിനെയാണ് സഹാബികൾ പിൻപറ്റിയിരുന്നത്, മൗമൂമിങ്ങൾ. അപ്പൊ സത്യത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലമയെ തന്നെയായിരുന്നു പിൻപറ്റിയിരുന്നത്. റസൂല് ആംഗ്യം കാണിച്ച് നമസ്കരിക്കുന്നു. അത് ശ്രദ്ധിച്ചുകൊണ്ട് അപ്രകാരം തന്നെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്യുകയാണ്. അങ്ങനെ നമസ്കാരവും കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ തിരിച്ചെത്തി. ഫാത്തിമ ബീവിയെ വിളിക്കുകയാണ്. റസൂലിന്റെ ഈ ഭൂമിയിലെ ഒടുക്കത്തെ ദിവസങ്ങളായിരുന്നു അത്. ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. ഇരുട്ടുകാകറ്റാൻ വന്ന വെളിച്ചം ഈ ലോകത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ്. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി, മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി, മുഹമ്മദുൻ സീനതു ദുനിയാ വബഹ്ജതുഹാ, മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വൽമുലമി. സകല മനുഷ്യരിലും അത്യുന്നതനാണ്. ഈ ഭൂമിയിലൂടെ നടന്നുപോയവരിൽ അത്യുത്കൃഷ്ടനാണ്. അറബിക്കും മുഹമ്മദിനെ ഓർക്കുക എന്നത് ലോകത്തിന് കടമയാണ്. മുഹമ്മദിനെ ഓർക്കൽ നമ്മുടെ ആത്മാവുകൾക്ക് ലഹരിയാണ്. അത് നമ്മുടെ ആത്മാവുകൾക്ക് ആശ്വാസമാണ്. നബിയെ ഓർക്കലാകട്ടെ ലോകത്തിന് കടമയുമാണ് എന്ന് ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി ബുർദ ശരീഫ് എഴുതിയ ഇമാം ബൂസീരി പാടിയിരിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വിട പറയാനുള്ള ദിവസം അടുത്തിരിക്കുന്നു. ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് ആദ്യം ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം പറഞ്ഞു. എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് റസൂൽ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ടൊരു സ്വകാര്യം പറഞ്ഞു കാതിൽ. പെട്ടെന്ന് ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്. എന്തെന്നില്ലാത്ത കരച്ചിൽ, അടങ്ങാത്ത കരച്ചിൽ, ഏങ്ങലടിച്ച് പൊട്ടിക്കരഞ്ഞ് കണ്ണുനീർ വാർത്തുകൊണ്ട് ഈ സ്വകാര്യം കേട്ടപാടെ ഫാത്തിമ ബീവി ആർത്തട്ടഹസിച്ച് വിലപിക്കുകയാണ്. പെട്ടെന്ന് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു സ്വകാര്യം പറഞ്ഞു മറ്റേ കാതില്. അത് കേട്ടപാടെ വെയിലത്ത് മഴ പെയ്ത പോലെ, അല്ലെങ്കിൽ മഴയത്ത് വെയിൽ വന്ന പോലെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ ബീവി പൊട്ടിച്ചിരിച്ചുവെന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ആദ്യത്തെ സ്വകാര്യം എന്തായിരുന്നുവെന്നോ സഹോദരന്മാരെ, നിന്റെ വാപ്പ ഫാത്തിമ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. നിന്റെ വാപ്പ ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ പോവുകയാണ്. എന്റെ അന്ത്യം അടുത്തിരിക്കുന്നു മോളെ. ഇത് കേട്ടപാടെയാണ് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞത്. രണ്ടാമത് ചിരിക്കാൻ കാരണം ഫാത്തിമ ബീവിയോട് പറഞ്ഞുകൊടുത്ത സ്വകാര്യം, മോളെ കരയണ്ട, ഞാൻ മരിച്ചുപോയാൽ എന്റെ അടുക്കലേ
സ്വർഗത്തിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വന്നു ചേരുന്നത് നീയായിരിക്കും, എനിക്ക് ശേഷം ആദ്യത്തെ വഫാത്ത് എന്റെ കുടുംബത്തിൽ നിന്ന് നിനക്കായിരിക്കും. ചരിത്രത്തിൽ അല്ലാഹു ഇതിനെ സത്യവൽക്കരിച്ചു. റസൂലിന്റെ വഫാത്തിന് ശേഷം ആദ്യമായി റസൂലുള്ളാഹിനോട് ചേർന്നത് ഫാത്തിമ ബീവിയാണ്. റസൂലിന്റെ വഫാത്തിന്റെ ശേഷം വെറും 6 മാസക്കാലമാണ് ഫാത്തിമ ബീവി ജീവിച്ചിരുന്നത്. ആ 6 മാസക്കാലം തന്നെ ദുഃഖിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട് തന്റെ സകലമാന അഭയവും തന്റെ സകലമാന ആലംബവും തനിക്ക് നഷ്ടപ്പെട്ട് ഏകാഗിയായ പോലെയാണ് ഫാത്തിമത്തു സുഹ്റ ബത്തൂൽ റളിയല്ലാഹു തആല അൻഹ, ഈ ലോകത്ത് പെണ്ണുങ്ങൾക്ക് നേതാവായി വന്ന ഫാത്തിമ ബീവിയോട് റസൂൽ രണ്ടാമത് പറഞ്ഞു, നാളെ സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങളെ നയിക്കേണ്ട ബഹുമതി നിനക്കാണ് ഫാത്തിമ. നീയാണ് സ്വർഗത്തിലേക്ക് പെണ്ണുങ്ങളെ നയിച്ചു കൊണ്ടുവരുന്ന ആളെന്റെ മോളെ ഫാത്തിമ എന്ന് കേട്ടപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കരഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വഫാത്താകാൻ പോകുന്ന നേരത്ത് ആയിഷ ബീവിയുടെ മടിയിൽ തലചായ്ച്ചു കിടന്നുകൊണ്ട് പാത്രത്തിലുണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് മുഖം തടവിക്കൊണ്ടിരിക്കെ റസൂല് മെല്ലെ ചോദിക്കുന്നു, നമസ്കരിച്ചോ? ജനങ്ങൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു. നോക്കണം, ഒടുക്കത്തെ സമയത്തും നിസ്കാരം സമുദായം ഓർക്കണം. നിസ്കാരം അതില്ലെങ്കിൽ കുഫ്റാണ്, അതില്ലെങ്കിൽ മുസ്ലിമാന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് അവകാശമില്ല. ഇത് സമുദായത്തിന്റെ എത്ര വലിയ നേതാവാണെങ്കിലും വേണ്ടിയില്ല, സമുദായത്തിന് വേണ്ടി ആണയിടുന്നവനാണെങ്കിലും വേണ്ടിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ, സമുദായത്തിന്റെ ആൾക്കാരാണ്, ഒരു കുഴപ്പമില്ല, സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, കുഴപ്പമില്ല. 5 വക്ത് നിസ്കാരം എന്നുള്ള ഗുണം അടുത്തുകൂടി പോയിട്ടുണ്ടാവില്ല. പോയി, എല്ലാ മാർക്കും അതോടെ പോയി. പിന്നെ ഒരു മാർക്കുമില്ല. പിന്നെ ഓൻ ചെയ്യുന്നതൊക്കെ ബാത്തിലാണ്, ശൂന്യമാണ്. ഇസ്ലാമിനും കുഫറിനും ഇടക്കുള്ള ഒരേ ഒരു വര നമസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അത്രേ ആൾക്കാർ നിസ്കരിച്ചോ? ആയിഷ ബീവി പറഞ്ഞു, ഇല്ല, റസൂലിനെ കാത്തിരിക്കുകയാണ് മസ്ജിദില്. എന്നാൽ റസൂല് പറഞ്ഞു, എനിക്ക് കുളിക്കാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്നു വെക്ക്. ആയിഷ ബീവി പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു വെക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് കുളിച്ചു വരുന്നു. കുളിച്ചു വരുന്ന വഴിക്ക് റസൂലുള്ളാഹിക്ക് ബോധം നഷ്ടപ്പെട്ട് മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു. ബോധത്തിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ആയിഷ ബീവിയുടെ മടിയിൽ കിടന്ന് മെല്ലെ കണ്ണു തുറന്നപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിച്ചു, അത്രേ ജനങ്ങൾ നമസ്കരിച്ചോ? ആയിഷ ബീവി മറുപടി പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ്. സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ എന്ന് വിളിക്കാൻ ഈ ലോകത്തൊരു പെണ്ണിന് ഭാഗ്യമുണ്ടാവുകയാണെങ്കിൽ അതിലേറെ പെണ്ണുങ്ങൾക്കൊരു ഭാഗ്യമുണ്ടോ? വഹ്യ് വരുന്ന ജിബ്രീൽ കെട്ടിപ്പിടിച്ച മേനിയെ ഒരു സ്ത്രീക്ക് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞാൽ ആ സ്ത്രീയേക്കാൾ വലിയൊരു സ്ത്രീയുണ്ടോ ഈ ലോകത്തെ പെണ്ണുങ്ങൾക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം ഓടി വന്നിട്ട് റസൂലിന് വഹ്യ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ തിളങ്ങുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫാന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണുകയാണ്. ആ വിയർപ്പ് തുടച്ചു കൊടുക്കാൻ ഒരു ഭാര്യയായ പെണ്ണിന് കഴിഞ്ഞുവെങ്കിൽ ആ പെണ്ണ് തന്നെയാണ് ലോകത്തിന്റെ മഹദി, അവർ തന്നെയാണ് നേതാവ്, അവരാണ് മാതൃക. അത് ആയിഷയാണ്, ഖദീജയാണ്, സഫിയയാണ്, ഉമ്മു കുൽസൂമാണ്, പിന്നെ നീണ്ടു കിടക്കുന്ന റസൂലിന്റെ പത്നിമാരുടെ പരമ്പരയാണ്. പക്ഷേ മകളായ ഫാത്തിമ അവരെയും കടത്തിവെട്ടിക്കൊണ്ട് റസൂലുള്ളാഹിന്റെ രക്തത്തിൽ ജനിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വർഗത്തിലേക്കുള്ള സ്ത്രീകളെ നയിക്കുന്ന നായക സ്ഥാനം വരെ കരസ്ഥമാക്കി വെച്ചിരിക്കുകയാണ്. ഫാത്തിമ ബീവി റസൂലിന്റെ അടുക്കലുണ്ട്. ആയിഷ ബീവിയുടെ മടിയിൽ റസൂല് കിടക്കുകയാണ്. റസൂല് ചോദിക്കുന്നു, നമസ്കരിച്ചോ? അള്ളാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് നമസ്കാരം നിർവഹിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. പെട്ടെന്ന് അസ്റായീൽ അലൈഹിസ്സലാം റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ലോകത്തിന്റെ അനുഗ്രഹമായ റസൂലേ, അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു എന്നോട് അനുമതി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ്. അങ്ങ് അനുവദിക്കുമെങ്കിൽ അങ്ങയുടെ റൂഹിനെ പിടിച്ചുകൊള്ളട്ടെയോ? ഈ ലോകത്തോടൊരാളോടും അസ്റായീൽ അങ്ങനെ ചോദിച്ചിട്ടില്ല.
ചോദിക്കുകയില്ല, ചോദിക്കേണ്ട ആവശ്യവുമില്ല. റൂഹിനെ പിടിക്കേണ്ട ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഹസ്രത്ത് അസ്റായീൽ അലൈഹിസ്സലാം. അനുമതി ചോദിക്കേണ്ട ആളല്ല, ചെന്ന് റൂഹ് പിടിച്ചു കൊണ്ടുവരേണ്ട ഡ്യൂട്ടി മാത്രമേ. എത്ര നല്ല മനുഷ്യന്റെ റൂഹാണെങ്കിലും അസ്റായീലിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇത് ലോകം പടക്കപ്പെടാൻ കാരണഭൂതരാണ്. ഇത് പ്രവാചകരുടെ ഒടുക്കത്തെ കണ്ണിയാണ്. ഇത് ഇരുട്ടിന്റെ കോട്ടക്കൊത്തളങ്ങളെ ജയിച്ചടക്കാൻ വന്ന ദീപമാണ്. ഇത് ആമിനാ ദേവിയുടെ മുത്തുമോനാണ്. ഇത് രാഷ്ട്രീയ രംഗത്ത് വിപ്ലവത്തിന്റെ കൊടിപറത്തിയോനാണ്. ഇത് സാമ്പത്തിക രംഗത്ത് പരിവർത്തനത്തിന്റെ പാട്ടുപാടിയോനാണ്. ഇത് ലോക ചരിത്രത്തിൽ പലിശ എന്ന കെടുതിയെ എന്നേക്കുമായി നിരോധിച്ചവനാണ്. ഈ ലോകത്തൊരു സാമ്പത്തിക വിപ്ലവകാരിക്കും 100 രൂപ കടം കൊടുത്താൽ 110 കൊടുക്കുന്ന തോന്നിവാസത്തെ എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് മാത്രമേ അതിനെ എതിർത്തിട്ടുള്ളൂ. റസൂല് മാത്രമേ അതിനെ തകർത്തിട്ടുള്ളൂ. റസൂല് മാത്രമേ അതിനെ നശിപ്പിച്ചിട്ടുള്ളൂ. പലിശ കൊടുക്കരുതേ, വാങ്ങരുതേ, എഴുതി വെക്കരുതേ, സാക്ഷി പറയരുതേ എന്ന് പറഞ്ഞുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ട സകല വ്യവസ്ഥിതികളെയും തകർത്തു കളഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാംസ്കാരിക രംഗത്ത് വെളിച്ചം വീശിയോരാണ് ഈ നബി. കുടുംബരംഗത്ത് മാറ്റമുണ്ടാക്കിയോരാണ് ഈ നബി. വ്യക്തിജീവിതം ശുദ്ധീകരിച്ചവരാണ് ഈ നബി. കക്കൂസിലിരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ച ഈ നബി സിംഹാസനത്തിൽ നിന്ന് രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെയെന്നും പഠിപ്പിച്ചു. അങ്ങനെ ലോകത്തൊരു നേതാവ് വന്നിട്ടില്ല. ചെറുത് പഠിപ്പിച്ചു, വലുത് പഠിപ്പിച്ചു. രാഷ്ട്രീയത്തിൽ, സാംസ്കാരികത്തിൽ, സാമ്പത്തികത്തിൽ, സാമൂഹികത്തിൽ, വ്യക്തിതലത്തിൽ, കുടുംബതലത്തിൽ മാനവമായ സമത്വപരമായ സകലമാന ചിഹ്നങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി. കറുത്തവനെ പട്ടി എന്ന് വിളിച്ച കാലത്ത് വിളിക്കടാവനെ സയ്യിദ് എന്ന് റസൂല് പഠിപ്പിച്ചു. ഓടാ പട്ടി ബിലാലെ എന്ന് വിളിക്കപ്പെട്ട് കറുത്ത നിറമുണ്ടായിപ്പോയി എന്ന കാരണത്തിന് ബിലാലിനെ അകറ്റിയിരുന്ന കാലത്ത് സയ്യിദേ സയ്യിദേ എന്ന് അറബികളെ കൊണ്ട് ബിലാലിനെ വിളിക്കാൻ ഈ റസൂല് പഠിപ്പിച്ചു. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിന്റെ മക്കളാണ്. ആദമു മിൻ തുറാബ്, ആദമ മണ്ണിന്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യ കുടുംബത്തിന്റെ ഐക്യം റസൂല് സ്ഥാപിച്ചു. നിങ്ങളൊന്നാണ്, കറുത്തവനില്ല, വെളുത്തവനില്ല, തറവാട്ട് മഹിമയില്ല. ജനിച്ച തറവാടിന്റെ പേര് നോക്കി മേനി നടിക്കുന്ന ഏർപ്പാടില്ല. അത് റസൂല് കുഴിച്ചുമൂടി. അറേബ്യയുടെ മണലാരണ്യത്തിൽ കുഴിച്ചുമൂടി. വലിയ തറവാടോ ചെറിയ തറവാടോ അങ്ങനെയില്ല. മനുഷ്യരൊക്കെ ഒരേ കുടുംബക്കാർ. തറവാടിന്റെ മേടി നടിക്കുന്നവനെ തന്റെ തറവാടിന്റെ മഹിമ കളയാൻ ആ റസൂല് പഠിപ്പിച്ചു. അങ്ങനെ നീലച്ചോര എന്ന ചോരയില്ല, എല്ലാവർക്കും ഒരേ ചുവന്ന ചോരയെന്ന് ഈ റസൂല് പഠിപ്പിച്ചു. അതുകൊണ്ട് ലോക ചരിത്രകാരന്മാർ ഒന്നടങ്കം പറഞ്ഞു, ഇത് മഹാനാണ്, ഇത് മഹാനാണ്, ഇത് മഹാനാണ്. ഇത് ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ്. മൈക്കിൾ ഹാർട്ട് പറഞ്ഞു, പ്രൊഫസർ നോർഡക്ക് പറഞ്ഞു, ആഡം മിറ്റ്സ് പറഞ്ഞു, ഇർവിംഗ് റോസന്താൾ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞു, പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു. ലോക ചരിത്രത്തിലെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും, എന്തിനേറെ നെപ്പോളിയൻ എന്ന ലോകത്തെ പിടിച്ചു വിറപ്പിച്ച രാജാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ തേരാളി ഫ്രാൻസിന്റെ ഉൾപ്പുളകമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, എനിക്ക് രണ്ട് മോഹങ്ങളേ ഉള്ളൂ. ഒന്ന് ലോകത്ത് ജയിച്ചടക്കണം, രണ്ടാമത്തേത് ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് നബി സൃഷ്ടിച്ച അതേ മാതൃകയിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. അതാണ് എന്റെ മോഹമെന്ന് റസൂലിന്റെ അനുയായിയല്ലാത്ത, ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും വിളിച്ചു പറഞ്ഞു. ആ റസൂലിനെ ലോകം അംഗീകരിച്ചു മഹാനാണ്. പക്ഷെ ലോകം അംഗീകരിക്കുന്നതിനേക്കാൾ അല്ലാഹു അംഗീകരിച്ചു. അല്ലാഹു മഹത്വത്തിലേക്ക് ഉയർത്തി. മിഅ്റാജിന്റെ രാവിൽ തന്റെ അടുക്കലേക്ക് ക്ഷണിച്ചു. തന്നെ കാണാൻ അവസരം നൽകി. തന്നോട് സംസാരിക്കാൻ ചാൻസ് കൊടുത്തു. നാളെ ശഫാഅത്ത് എന്ന ഏറ്റവും ഉന്നതമായ പദവി കൊടുത്തു. ഇനി സ്വർഗത്തിനാകട്ടെ ഒരു വസീല എന്ന സ്ഥാനമുണ്ട്. ഒരു വലിയ സ്ഥാനമാണത്. സ്വർഗത്തിലെ ഏറ്റവും വലിയ മണിമാളിക. ആ മണിമാളിക റസൂലുള്ളാഹിക്ക് ലഭിക്കുമെന്നാണ് സൂചന. അല്ലാഹുവിന്റെ റസൂല് തന്റെ ഉമ്മത്തികളോട് പറഞ്ഞു, നിങ്ങൾ വസീല എനിക്ക് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. അത് സ്വർഗത്തിലെ ഏറ്റവും മഹത്തായ സ്ഥാനമാണ്. അതെന്റെ നാഥൻ എനിക്ക് തരാൻ നിങ്ങൾ ദുആ ചെയ്യണേ. ഓരോ ബാങ്കും മുഴങ്ങിക്കഴിഞ്ഞാൽ, ഓരോ മുഅദ്ദിനും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീല, മുഹമ്മദിന് വസീല എന്ന പദവി കൊടുക്കണേ റബ്ബേ എന്ന് ഓരോ ബാങ്കിന്റെ ശേഷവും മുസൽമാൻ, ലോകത്തുള്ള കോടാനുകോടി മുസൽമാൻ, അതിൽ ഔലിയാക്കളുണ്ട്, ആരിഫീങ്ങൾ
മുഅ്മിനീങ്ങളുണ്ട്, ശുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്. ഈ ദുആ അല്ലാഹു എങ്ങനെ തള്ളാനാണ്? വസീല മുഹമ്മദുർ റസൂലുള്ളാഹി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാണ് ഈ കണ്ണടച്ച് വഫാത്താകാൻ പോണത്. അതുകൊണ്ട് അസ്രായീൽ വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, അനുവാദം തന്നാൽ ആ റൂഹിനെ ഞാൻ പിടിച്ചുകൊള്ളട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്തുവത്രേ, അസ്രായീലേ, നിങ്ങൾ റൂഹിനെ പിടിച്ചുകൊള്ളൂ, എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹുവേ വേദന കുറച്ചു കൊടുക്കണേ, അല്ലാഹുവേ എന്റെ ഉമ്മത്തികൾക്ക് ഈ വേദന കുറച്ചു കൊടുക്കണേ. ആ സമയത്ത് റസൂൽ ദുആ ചെയ്തിട്ട് പറയുകയാണ്, അല്ലാഹുവേ എന്നോട് കരുണ കാണിക്കണേ, എന്നോട് പൊറുക്കണേ, അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. റസൂൽ പോലും ഈ സ്ഥാനത്തിന് വേണ്ടി ഇത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മത്തികളായ നമ്മൾ എത്ര തവണ ദുആ ചെയ്യേണ്ടി വരുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിച്ചു നോക്കണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തബ്ദം 632 ആണ്ടിൽ റബീഉൽ അവ്വൽ 12 ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വൽ അജമി, മുഹമ്മദുൻ ഖൈറു മൻ യംശി അലാ ഖദമി. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് നടന്നുപോയ എല്ലാ ആളുകളിലും വെച്ച് ഏറ്റവും വലിയ